വളരെ പ്രധാനപ്പെട്ട വാർത്ത വരികയാണ്. മുഖ്യമന്ത്രി പ്രഖ്യാപനത്തിനെതിരെ കടുത്ത അതൃപ്തിക്ക് പിന്നാലെ രമേശ് ചെന്നിത്തല തലസ്ഥാനം വിട്ടു. തിരുവനന്തപുരത്ത് നിന്ന് ഹരിപ്പാട്ടെ വീട്ടിലേക്ക് എത്തും. മന്ത്രിസഭയിലേക്ക് ഇല്ലെന്ന് ചെന്നിത്തല അറിയിച്ചതായി സൂചന. നിയമസഭാ കക്ഷി യോഗത്തിൽ പങ്കെടുക്കില്ല. എന്തായാലും മഹേഷ് ചന്ദ്രൻ കൂടി ചേരുകയാണ്. എന്തായാലും ഹർഷൻ, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്. എന്തായാലും രമേശ് ചെന്നിത്തല പൂർണ്ണ തൃപ്തിയോടെയല്ല ഇക്കാര്യത്തെ ഹൈക്കമാൻഡിനോട് മറുപടി പറഞ്ഞത്. മഹേഷ് ചന്ദ്രൻ ചേരുകയാണ്. മഹേഷ്, എന്തായാലും രമേശ് ചെന്നിത്തല കടുത്ത അതൃപ്തിയിലാണ്. മഹേഷ് കേൾക്കാമെങ്കിൽ രമേശ് ചെന്നിത്തല കടുത്ത അതൃപ്തിയിലാണ്. അതെ, രമേശ് ചെന്നിത്തല കടുത്ത അതൃപ്തിയിലാണ്. രമേശ് ചെന്നിത്തല തിരുവനന്തപുരം വിട്ടിരുന്നു. അദ്ദേഹം വീടിന് പിന്നിൽ കൂടി തന്നെ അദ്ദേഹം യാത്ര തിരിച്ചു. ഹരിപ്പാടേക്കാണ് യാത്ര എന്നാണ് സൂചന. കാരണം ഇത്രയധികം അവഗണിച്ചത്, തന്റെ സീനിയോറിറ്റി അവഗണിച്ചു, തന്റെ പ്രതിഷേധ സ്ഥാനത്ത് നിന്ന് MLA മാർ ഒരു ദിവസം ഉണ്ടായിട്ട് മാറ്റി. ഇപ്പോൾ അതേ രീതിയിൽ തന്നെ അവഗണിച്ച് ഒഴിവാക്കുന്ന സാഹചര്യമാണുള്ളത്. ഇത്രയും സീനിയറായ ഒരു നേതാവ്, ഇനി ഒരു അവസരം ഉണ്ടാകാത്ത ഒരു നേതാവാണ് താൻ. അതൊന്നും ഗവനിച്ചില്ല, പരിഗണിച്ചില്ല, ഒരു തരത്തിലുള്ള പരിഗണന ഉണ്ടായില്ല. ഈ പ്രഖ്യാപനം വരുന്നതിന് അല്പസമയം മുമ്പാണ് രമേശ് ചെന്നിത്തലയെ ഹൈക്കമാൻഡിൽ നിന്ന് ഫോൺ കോൾ വരികയും നിങ്ങളല്ല മുഖ്യമന്ത്രി എന്ന് പറയുകയും സതീശാണ് മുഖ്യമന്ത്രി അറിയിക്കുകയും ചെയ്തു. അപ്പോൾ തന്നെ ആ പ്രതിഷേധം രമേശ് ചെന്നിത്തല അറിയിക്കുകയും ചെയ്തു. തുടർന്നാണ് CLP യോഗത്തിന് കാത്തു നിൽക്കാതെ രമേശ് ചെന്നിത്തല ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് മടങ്ങിയിരിക്കുന്ന ഹരിപ്പാടേക്ക് പോകുന്നു എന്ന വിവരമാണുള്ളത്. അനുനയിപ്പിക്കാനുള്ള നീക്കങ്ങൾ വിജയമായാൽ മാത്രമായിരിക്കും ഇന്ന് CLP യോഗത്തിൽ രമേശ് ചെന്നിത്തല പങ്കെടുക്കുകയുള്ളൂ. ശക്തമായ പ്രതിഷേധമാണ് രമേശ് ചെന്നിത്തലയ്ക്ക് ഇക്കാര്യത്തിൽ ഉള്ളത്. സുജീഷ്.